ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പച്ച നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം 1 ടീസ്പൂൺ അരിപ്പൊടി വേണമെങ്കിലും ചേർത്താം. പിന്നെ 1 ടീസ്പൂൺ തന്നെ ചെറുനാരങ്ങ നീര് ചേർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാടാവരുത്, ലൂസായിട്ട് പോവരുത്, കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഒരു പേസ്റ്റ് തയ്യാറാക്കുന്നത്. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഓരോ വഴുതനങ്ങയും ഇതിൽ മസാല പുരട്ടി കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാത്തിലും മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ അതിന് ശേഷം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് ഓരോ വഴുതനങ്ങയും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വശം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില വിതറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വശമായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും തിരിച്ചിട്ട് ആ അടിവശവും കുക്കായ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാല വെച്ചിട്ടൊന്ന് വഴുതനങ്ങ ഫ്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.